السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാനം നിറഞ്ഞ അധ്യാപകർ, മറ്റു വേദിയിലിരിക്കുന്ന സഹപാഠി സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ വാർത്തകൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ, അവയുടെ വിൽപ്പനയും അതുപോലെ തന്നെ ഉപയോഗവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ അറിയുവാനും മനസ്സിലാക്കുവാനും സാധ്യമാകുന്നതാണ്. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഓരോ വ്യക്തിക്കും അതുപോലെ തന്നെ സമൂഹത്തിനും വിപത്തുണ്ടാക്കുന്നവയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് വിപത്തുകൾ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാകും എന്നതിനാൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയും അവ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഖംറുൻ വകുല്ലു മുസ്കരിൻ ഹറാമുൻ. കുല്ലു മുസ്കരിൻ, എല്ലാ ലഹരി വസ്തുക്കളും, ഖംറുൻ, അത് ബുദ്ധിയെ മൂടി മറക്കുന്ന ഒരു കാര്യമാണ്. വകുല്ലു മുസ്കരിൻ ഹറാമുൻ, എല്ലാ ലഹരി വസ്തുക്കളും അത് നിഷിദ്ധമാക്കപ്പെട്ടതുമാണ് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങളെ ഇസ്ലാം മതം നിരോധിച്ചു, ഹറാമാക്കി എന്നതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പ്രവാചകരുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളും മദ്യത്തിന് അങ്ങേയറ്റം അഡിക്റ്റ് ആയിട്ടുള്ളവരായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നതാണ്. അവർക്ക് മദ്യം ഒഴിവാക്കുവാനോ അതില്ലാതെ ജീവിക്കുവാനോ അവർക്ക് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഔഫ് അൽ അഷ്ബഹ് എന്ന വ്യക്തി പ്രവാചകരുടെ അരികിൽ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് സ്വല്പം മദ്യം കുടിച്ചുകൊട്ടെ എന്നിങ്ങനെ ആവർത്തിച്ച് ഒരുപാട് തവണ ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകിയില്ല. അങ്ങനെ അവസാനം ആ ഗോത്രത്തിൽപ്പെട്ട ഇദ്ദേഹം അല്പം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ഒരു പക്ഷേ ഞാൻ താങ്കൾക്ക് ഒരു അല്പം കുടിക്കുവാൻ വേണ്ടി അനുവാദം നൽകുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും താങ്കളെ അത് ഉപയോഗിക്കുവാൻ വേണ്ടി, ആ മദ്യം കുടിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ മദ്യം കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ താൻ തൻ്റെ ചുറ്റുപാടുകളിലുള്ള പലരെയും വധിക്കുവാനും ആക്രമിക്കുവാനും കാരണമായേക്കും എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് നൽകിയ മറുപടി. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇന്ന് നമ്മൾ പല സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളും എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ
ഒരു ദിവസം പോലും ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത പോലും കേൾക്കാതെ നമുക്ക് നമ്മുടെ പത്രങ്ങളോ നമ്മുടെ സോഷ്യൽ മീഡിയയോ ക്ലോസ് ചെയ്യുവാൻ സാധ്യമാകില്ല എന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കുറേ പേർ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയും അങ്ങനെ അതിന് അത്രത്തോളം അടിമപ്പെട്ടത് കാരണത്താൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും അതിനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടുകയും താൻ ആരോടാണ് സംസാരിക്കുന്നത്, തൻ്റെ മുന്നിൽ ആരാണ്, താൻ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള പലരുടെയും സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള പലരും സ്വന്തം സഹോദരന്മാരെയും മുതിർന്നവരെയും എന്തിനു വരെ സ്വന്തം മാതാപിതാക്കളെയും വരെ വധിക്കുന്ന വാർത്തകൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുവാൻ സാധ്യമാകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അത് നമ്മുടെ മുന്നിലേക്ക് ഏത് മാർഗങ്ങളിലൂടെയാകട്ടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, അത് ഇത്തിരി രുചിക്കുവാൻ ആരെങ്കിലും തരികയാണെങ്കിൽ പോലും, അതൊന്ന് നോക്കുവാൻ വേണ്ടി ആരെങ്കിലും തരികയാണെങ്കിൽ പോലും അത് എനിക്ക് വേണ്ട എന്ന് ഒറ്റ സ്വരത്തിൽ ഒറ്റ നിമിഷത്തിൽ പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. സ്വന്തം ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും അത് അപകടമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നാളെ പരലോക ജീവിതത്തിലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഈ ഇഹലോകത്ത് നയിച്ചത് കാരണത്താൽ അവിടെയും പരാജയമായിരിക്കും എന്നൊരു തിരിച്ചറിവ്, എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സഹോദരന്മാരെയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.